നമസ്കാരം. നമ്മൾ സ്പിരിച്വൽ അനാറ്റമി സെഷൻ തുടരുകയാണ്. സ്പിരിച്വൽ അനാറ്റമി സെഷൻ ചാലു രഖ്തേ ഹെ. നമ്മളിപ്പോൾ പ്രപന്ന പ്രഭു സ്റ്റേറ്റിലാണ്. പ്രപന്ന പ്രഭുക്ക് തൽപരെ. പ്രപന്ന പ്രഭു എന്ന് പറയുമ്പോൾ 9th പോയിന്റ്. അപ്പോൾ ഇതിനു മുമ്പേ പ്രപന്ന സ്ഥിതി ചെയ്തു. इसके पहले हम प्रपन्ना में थे. प्रपन्ना माने शरणागत भाव, शरणागति. പ്രപന്ന പ്രഭു എന്ന് പറയുമ്പോൾ ശരണാഗത ഭാവവും പ്രഭുഭാവവും മാറി മാറി വരുന്ന സ്റ്റേജാണ്. പ്രപന്ന പ്രഭു മാനെ हम कभी कभी प्रपन्ना स्टेट में शरणागत भाव में, कभी कभी प्रभु का भाव में. ഇപ്പോൾ ഇതിനു മുമ്പത്തെ ഡിസ്കഷൻ നമ്മൾ പറഞ്ഞു, നമ്മൾ ഡിവൈനായിട്ടുള്ള വേൾഡിലേക്ക്, ഈശ്വരൻ്റെ ആ സാമ്രാജ്യത്തിലേക്കുള്ള പ്രവേശന കവാടത്തിലാണ്. हम भगवान के वो किंगडम के वो द्वार पर है. അതാണ് പ്രപന്ന പ്രഭു. ഇതിന് ശേഷം നമ്മൾ ഭഗവത് ദർശനം ഉണ്ടാകുന്നു. ശരിക്കുള്ള ദർശനം നമുക്ക് ഉണ്ടാകുമ്പോൾ ഇതിന് ശേഷമാണ്. 10th പോയിൻ്റാണ് ക്രിയേറ്റർ. 10वां പോയിന്റ്, 10th പോയിന്റ് में ക്രിയേറ്റർ का പൊസിഷൻ है. ആ പ്രപന്ന പ്രഭുവിൻ്റെ ക്വാളിറ്റി സറണ്ടറാണ്, ഹ്യൂമിലിറ്റിയാണ്, ഇൻസിഗ്നിഫിക്കൻസ് ആണ്. പ്രപന്ന പ്രഭു का वो कैरेक्टर्स है समर्पण, शरणागत भाव, विनय और इनसिग्निफिकेंट. यानी कि मैं ऐसा काम करता हूँ, मैं कुछ भी नहीं हूँ. അറിയപ്പെടാതെ പ്രവർത്തിക്കാനുള്ള ഒരു കപ്പാസിറ്റി, അതാണ് പ്രപന്ന പ്രഭുവിലുണ്ടാകുന്നത്. പ്രപന്ന പ്രഭുവിൻ്റെ ക്വാളിറ്റി വാട്ടർ पॉइंट അതേ ക്വാളിറ്റിയാണ്. പ്രപന്ന പ്രഭു का जो क्वालिटीज़ है वो वाटर पॉइंट की जैसा है. वाटर पॉइंट थर्ड पॉइंटिൻ്റെ സെൻറ്ററിൽ വാട്ടറാണ്. फोर्थ पॉइंट सेंट्रल वाटर एलिमेंट ആണ്. वो वाटर एलिमेंट का क्वालिटी है करेज. വെള്ളത്തിൻ്റെ ക്വാളിറ്റി എന്താണ്? ധൈര്യം, മനോധൈര്യം, അതിൻ്റെ ഒപ്പം വിനയവും. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ വെള്ളത്തിന് വാട്ടർ പോയിൻറ്റിൽ അതും ആത്മാ പോയിൻറ്റുമായിട്ടുള്ള കോറിലേഷനാണ്. വാട്ടർ ജൽചക്ര और ആത്മാചക്ര. ആത്മാചക്രൻ്റെ എലിമെൻറ്റ് എന്താണ്? ഈതർ. ആത്മാചക്രക എലിമെൻറ്റ് ഈതർ, ആകാശ്. അപ്പോൾ ആകാശത്തിൻ്റെ സ്വഭാവം എന്താണ്? ശാന്തത. ആകാശ് കാ സ്വഭാവേ പൂർണ്ണ ശാന്തത, ശാന്തി. അപ്പോൾ ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ളൊരവസ്ഥയാണ് ആകാശത്തിൽ വരുന്നത്. ബാബുജി മഹാരാജ് ക്രൈസ്റ്റ് പോയിൻ്റ് എന്ന് വിളിച്ചിരിക്കുന്നു. ബാബുജി മഹാരാജ് ആകാശ് കെ പോയിൻ്റ് സെക്കൻഡ് പോയിൻ്റ് ക്രൈസ്റ്റ് പോയിൻ്റ് ബത്തായ. അപ്പോൾ ആകാശത്തിൻ്റെ സ്വഭാവം എന്നാൽ പരിപൂർണമായിട്ടുള്ള ആ വിശ്രാന്തിയാണ്, ശാന്തതയാണ്, കാംനെസ്. വാട്ടറിൻ്റെ ക്വാളിറ്റിയോ ധൈര്യമാണ്. അപ്പോൾ ഇത് രണ്ടും കമ്പൈൻ ചെയ്തിട്ട് 9th പോയിൻറ്റിൽ ഉണ്ടാവേണ്ട ആ സമർപ്പണവും ശരണാഗതിയും അത് നമ്മൾ കൂട്ടിച്ചേർക്കണം. ആ പ്രപന്ന പ്രഭു സ്റ്റേറ്റിൽ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താ പറഞ്ഞാൽ, നമ്മൾ സ്പിരിച്വൽ എൻറ്റിറ്റി രൂപപ്പെടുത്താമെന്ന് പറഞ്ഞു. हमारा जो स्पिरिचुअल एंटिटी है वो इस स्टेज में डेवलप होता है. അപ്പോൾ സ്പിരിച്വൽ എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ശരിയായിട്ടുള്ള വ്യക്തിത്വം. हमारा जो റിയൽ വ്യക്തിത്വം है वो स्पिरिचुअल एंटिटी है. നമ്മൾ ശരിക്കും ആരാണ്? നമ്മൾ രാമകൃഷ്ണ പരമഹംസൻ പറഞ്ഞിട്ടുള്ള കഥ കേട്ടിട്ടുണ്ട്. രാമകൃഷ്ണ പരമഹംസ് പറഞ്ഞ കഥ എന്താണെന്ന് പറഞ്ഞാൽ, സിംഹം ആട്ടുംകുട്ടിയുടെ ഇടയിൽപ്പെട്ട, ആട്ടുംകൂട്ടത്തിൽപ്പെട്ട ഒരു സിംഹത്തിൻ്റെ കഥ. एक शेर है जो शीप के बीच में पड़ गया और वो शीप जैसा बन गया. സിംഹം വളർന്നു വരുമ്പോൾ ഈ ആട്ടുകൂട്ടത്തിൻ്റെ സ്വഭാവം കാണിക്കാൻ തുടങ്ങും. ആട് നടക്കുന്ന പോലെ നടക്കുക, ആടിൻ്റെ പോലെ പുല്ല് തിന്ന് ജീവിക്കുക, മെഹ എന്ന് പറയുക. और जो शीप करता है उसके जैसा वो सिंह शेर भी बन गया, वो बड़ा बन गया. ആ സിംഹം വലുതായി, പക്ഷേ അതിൻ്റെ സ്വഭാവം ആടിൻ്റെ സ്വഭാവമാണ്. അപ്പോൾ ഒരു ദിവസം കാട്ടുന്നൊരു സിംഹം ആ വഴിക്ക് വരികയാണ്. അപ്പോൾ കാട്ടുന്ന സിംഹമാണ് ആട്ടിൻകൂട്ടത്തിൽ കൂടെ ഒരു സിംഹം നടക്കുന്നു. जब वो वन से एक सिंह आ गया, शेर आ गया और देखा कि एक शेर ये शीप के बीच में चल रहा है. അപ്പോൾ ഈ സിംഹത്തിന് അത്ഭുതം തോന്നി. സിംഹം പോയിട്ട് ഇവനെ പിടിച്ചു. അപ്പോൾ ആ സിംഹം കരയാൻ തുടങ്ങി. ആട്ടുംകൂട്ടത്തിലെ സിംഹം കരയുന്നു. അയ്യോ എന്നെ കൊല്ലല്ലേ, എന്നെ കൊല്ലല്ലേ എന്ന് മേ മേ എന്ന ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. ആട്ടുംകൂട്ടത്തിൽ वो शीप के बीच में गया और उसको पकड़ा और पकड़ा तो ये शेर डर के मारे ऐसे चिल्लाने लगा, मुझे बचाओ 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 करके. അപ്പോൾ ഇവിടെ വാടാ എന്ന് പറഞ്ഞാൽ സിംഹം പിടിച്ചുകൊണ്ട് പോയി. ഈ സിംഹത്തിനെ പിടിച്ചിട്ട് ഒരു പുഴയുടെ മുമ്പിൽ കൊണ്ടേ കാണിച്ചു. वो सिंह क्या है, वो वन से जो है वो इस सिंह को, शेर को पकड़ के एक नदी के वहाँ चला गया. അത് പുഴയിലേക്ക് നോക്കി കാണിച്ചു. പുഴയിൽ കണ്ടപ്പോൾ എന്താണ്ട്, അത് സിംഹം അതിൻ്റെ സ്വഭാവം, അതിൻ്റെ സ്വരൂപം കണ്ടു. അപ്പോഴാണ് അത് മനസ്സിലാവുന്നത് ഞാനൊരു സിംഹമാണ്. അപ്പോൾ ഈ സിംഹത്തിനെ കാണുന്നു, പുഴയിൽ കാണും. അപ്പോൾ ഞാനും ഈ സിംഹം വരുമ്പോൾ ഞാൻ ശരിക്കും ആടല്ല,
वो शेर पानी में देखा तो उसका यथार्थ रूप देखा, मैं शेर हूँ, और इसको जो शेर ने पकड़ के लाया था उस शेर को भी देखा, मैं इसके जैसा हूँ. അപ്പോൾ ഈ ഒരു ചേഞ്ചാണ് നമ്മൾക്ക് ഇവിടെ പ്രപന്ന പ്രഭു സ്റ്റേറ്റിൽ വരുന്നത് എന്ന് നമുക്ക് സങ്കല്പിക്കാം. നമ്മളെ മാസ്റ്റർ പിടിച്ചുകൊണ്ട് പോവാണ്. നമ്മളിവിടെ ഭൗതിക ലോകത്തിൽ കറങ്ങി തിരിഞ്ഞെടുക്കുകയാണ്. ഞാനിവിടെ മരിക്കും, എന്നെ രക്ഷപ്പെടുത്തൂ, എനിക്ക് പൈസ വേണം, എനിക്ക് ആരോഗ്യം വേണം എന്ന് പറഞ്ഞ് കരയുന്ന ആൾക്കാരാണ്. ഹം ജോ इस दुनिया फंस गए हैं, हम सोचते हैं कि हम मर जाएंगे, हमारे पास पैसा नहीं, हमारे पास शक्ति नहीं है, हमारे पास ज्ञान नहीं है, ऐसे करके हम रोते हैं, भगवान मुझे बचाओ करके. ये है शीप का स्वभाव. तभी सच्चा शेर आ जाता है, मास्टर आ जाए. മാസ്റ്ററുടെ കിങ്ഡം എന്ന് വരുമ്പോൾ നമ്മളെ കാണും, നമ്മളെ പിടിച്ചുകൊണ്ട് പോകും. നമ്മളെ പിടിച്ചുകൊണ്ട് പോയിട്ട് നമ്മുടെ ശരിക്കുള്ള രൂപം കാണിച്ചു. എവിടെയാണ് നമ്മുടെ ശരിക്കുള്ള രൂപം കാണുന്നത്? എവിടെയാണ് ഈ പുഴ? നമ്മുടെ ഹൃദയം. हमारे जो हृदय में यही हमारे जो रिफ्लेक्शन मिरर है उसमें दिखाते देखो तुम कौन है. അപ്പോൾ നമ്മൾ അവിടെ നോക്കുമ്പോൾ നമ്മൾ കാണുന്നു മാസ്റ്റർ തന്നെ അവിടെ കാണുന്നു. അത് വലിയൊരു ഘട്ടമാണ്. हम जो मास्टर को हमने इधर देखा और अंदर झांका तो भी मास्टर को ही देखा. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഞാൻ ശരിക്കും മാസ്റ്ററാണ്, मैं ये नहीं हूँ. അപ്പോൾ അവിടെ നമുക്കൊരു തെളിച്ചം വരികയാണ്. ये പെർമനൻ്റ് होने तक നമ്മളിങ്ങനെ റിപ്പീറ്റഡായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ हम ध्यान करते हैं तो अंदर झांकते हैं तो देखते हैं कि हमारे अंदर मास्टर है. हमारा इतना कामनेस आ जाता है, इतनी शांति आ जाती है, मुझे पता चलता है कि मैं सच्चा में वो प्रभु. ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് എൻ്റെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നു ഞാൻ ശരിക്കും മാസ്റ്ററും ഞാനും വ്യത്യസ്തമല്ല. ഇതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ഘട്ടമാണ്. ഇവിടെ നമുക്ക് ഈഗോ വരാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ മാസ്റ്റർ പോലെയാണ്, ഞാൻ മാസ്റ്ററാണ്. അപ്പോൾ നമുക്ക് ആ കഴിവുകൾ പ്രകടമാവാൻ തുടങ്ങുന്നു. जो मास्टर का जो क्वालिटीज़ है वो हमारे अंदर महसूस होने लगता है. अगर हम बार बार मास्टर का स्मरण नहीं करेंगे, क्या ना ആരാണ് എന്നെ പിടിച്ചുകൊണ്ട് വന്നത്, മുझे इधर तक लाया किसने, हमारे मास्टर ने. അപ്പോൾ ഇത് നമ്മൾ മറക്കുകയാണെങ്കിൽ, നമ്മൾ മാസ്റ്റർ മറക്കുകയാണെങ്കിൽ നമ്മൾ പിന്നെയും ഈഗോ हमारे अंदर जो अहंकार आ जाता है कि मैं सबका प्रभु, ഞാൻ പ്രഭുവാണ് എന്നുള്ളൊരു അഹങ്കാരം വരാൻ തുടങ്ങുന്നു. അതോടുകൂടി പിന്നെ നമ്മുടെ യാത്ര തടസ്സപ്പെടുന്നു. ഈ അഹങ്കാരം हमारे आगे की यात्रा को ब्लॉक करता है. अब ये अहंकारम वरादिरिक्कानाണ് നമുക്ക് ഭൂമിയിൽ ജീവിക്കേണ്ടി വരുന്നത്. हमारा जो ईगो है, अहंकार को स्मूथ करने के लिए, उसको सब्लिमेट करने के लिए हमें ഭൂമിയെ जीना चाहिए. അപ്പോൾ ഹൃദയത്തിൽ നമ്മൾ ഉള്ളിലേക്ക് വളരുന്നുണ്ടെങ്കിലും हमारा जो अंदर जो यात्रा होती रहती है वो आपको बाहर प्रकट करना चाहिए. നമ്മൾ ഉള്ളിലേക്കുള്ള ഈ യാത്രയെ നമ്മൾ പുറമേ പ്രകടമാക്കണം. എങ്ങനെ പ്രകടമാക്കണം? ഞാൻ ശരിക്കും മാസ്റ്ററാണ് എന്നുള്ള സ്വഭാവം ഞാനിവിടെ കാണിക്കണം. അപ്പോൾ മാസ്റ്റർ എങ്ങനെയാണ്? മാസ്റ്റർക്ക് ഈഗോ ഇല്ല, अब्सोल्युटली ईगो है. मास्टर कंप्लीट ह्यूमिलिटी है. मास्टर हमारे लिविंग मास्टर को देखा तो, दाजी को देखा तो हमको पता चलेगा अब ईगो नहीं है. वो रिफ्लेक्ट करता है अब्सोल्यूट को. ആ പൂർണ്ണതേനെയാണ് ഗുരുനാഥൻ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അതുപോലെ ആയിത്തീരണമെന്നുണ്ടെങ്കിൽ ഞാനും അതുപോലെ ആവണം. എനിക്കും സ്നേഹം എപ്പോഴും എക്സ്പ്രസ് ചെയ്യണം. എൻ്റെ അഹംഭാവം വരാൻ പാടില്ല. അഹംഭാവം വരുമ്പോൾ എന്താണ്? ഡിവിഷൻ വരാൻ തുടങ്ങുന്നു, സെപ്പറേഷൻ വരാൻ തുടങ്ങുന്നു, അതോ ഇതെന്ന് വ്യത്യാസം തുടങ്ങുന്നു, എനിക്ക് ഭരിക്കണം എന്ന് തോന്നാൻ തുടങ്ങുന്നു, മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യണം എന്ന് തോന്നാൻ തുടങ്ങുന്നു. हमारे अंदर अहंकार डेवलप होता है तो सो हमको महसूस है मैं प्रभु हूँ, जो दूसरे है अदर्नेस है. അത് പ്രഭുവിൻ്റെ സ്വഭാവമല്ല. ശരിക്കുള്ള പ്രഭുവിൻ്റെ സ്വഭാവം എന്താണ്? അദർനെസ് ഇല്ല. ഞാനും അതും ഒന്നാണ്. എല്ലാവരോടും ഒരുപോലെ സ്നേഹം വർഷിക്കാൻ പറ്റുന്നതാണ് മാസ്റ്റർ. वो क्वालिटी हमको देखना चाहिए, महसूस करना है. ഈ ക്വാളിറ്റി നമുക്ക് കാണണം എന്നുണ്ട് വീണ്ടും വീണ്ടും ഞാൻ മാസ്റ്ററെ നോക്കേണ്ടതുണ്ട്. അപ്പോൾ ലിവിങ് മാസ്റ്ററുടെ ആവശ്യം കൂടി 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 വരുന്നു. हमारी यात्रा में जब हम आगे आगे चलते हैं तो हमारे गुरु मास्टर का गुरु की इम्पोर्टेंस बढ़ता जाता है, क्योंकि हमको बार बार हमें करेक्ट करना पड़ता है ഈഗോ വരാതിരിക്കാൻ. അപ്പോൾ ഈ സമയങ്ങളിൽ നമ്മൾ മാസ്റ്ററുടെ കൈ വളരെ വളരെ ബലമായിട്ട് പിടിക്കണം. മാസ്റ്റർ हमको कभी नहीं छोड़ दे, पर हमको पकड़ना चाहिए. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ക്രൂഷ്യൽ പോയിൻ്റ്. അപ്പോൾ ദാജി പറയുന്നത് നമ്മൾ ഈ ഒരു കറക്ഷൻ കൊണ്ടുവന്നില്ലെങ്കിൽ, സ്വഭാവ രൂപീകരണം, അതായത് സ്നേഹം പ്യൂരിറ്റിയിൽ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുന്നില്ലെങ്കിൽ സ്പിരിച്വൽ എൻറ്റിറ്റി, മാസ്റ്റർ ഇത്രയും നമ്മളെ കൊണ്ടുവന്നിട്ടുള്ള ആ സ്പിരിച്വൽ എൻറ്റിറ്റി അത് സഫർ ചെയ്യാൻ തുടങ്ങുന്നു. എൻ്റെ ഉള്ള അഹംഭാവം വരുന്നു. जो राजा है, राजा का पुत्र है, मैं राजा हूँ करके सभी को दर्द देता है. രാജാവിൻ്റെ പുത്രൻ ദുര്യോധനൻ്റെ ഭാര്യ, दुर्योधन पुत्र था पर वो उसका कैरेक्टर कैसा था? धृतराष्ट्र भी ऐसा ही था. പ്രജകളോട് പെരുമാറുന്നത് ഒരു
ഭരണാധികാരിയുടെ ഭയങ്കര സ്വാർത്ഥതയോട് പെരുമാറിയിരുന്നു. അങ്ങനെയുള്ള പുത്രന്മാരുണ്ടാവുന്നു ഇവിടെ. അപ്പോൾ ഇത് സ്പിരിച്വൽ എൻറ്റിറ്റി സഫർ ചെയ്യുന്നു, മാസ്റ്റർ സഫർ ചെയ്യുന്നു, മാസ്റ്റർ സഫർ കത്തെ. അപ്പോൾ ഇവിടെ നമ്മുടെ യാത്രയിൽ നമുക്ക് വേണ്ടത് ഹ്യൂമിലിറ്റിയാണ്. ഹമാരാ ഹ്യൂമിലിറ്റി, അതാണ് പ്രപുവിൻ്റെ ക്വാളിറ്റി, സറണ്ടർ ഹ്യൂമിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഇനി അങ്ങോട്ടുള്ള യാത്രയുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെയും ആവർത്തനം, ഇവിടെ തിരിച്ചു വരേണ്ടി വരും, പിന്നെയും നമ്മൾ കറക്ഷൻ കൊണ്ട്. ലിവിങ് മാസ്റ്റർ കണ്ടുമുട്ടുക എന്നുള്ളത് അത്ര സാധാരണ കാര്യമല്ല. 10,000 കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഒരു മാസ്റ്റർ ഭൂമിയിൽ അവതരിക്കുന്നത്. 10,000 सालों के बाद ही मास्टर भूमि में ऐसा मिलते हैं. जो ब्रह्मा दे भागवत पुराण में बोलते हैं कि ब्रह्मा भी कन्फ्यूज्ड हो गया, भगवान श्री कृष्ण को पहचान नहीं लिया. ബ്രഹ്മാവ് ഭൂമിയിൽ വന്നിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ മനസ്സിലായില്ല എന്നാണ്. കാരണം ഭഗവാൻ ശ്രീകൃഷ്ണൻ എപ്പോഴെങ്കിലൊക്കെ വരുള്ളൂ. അങ്ങനെ ആ തരത്തിൽ ഭൂമിയിൽ ഇറങ്ങുന്ന റെയറാണ്. അപ്പോൾ അവർക്ക് മനസ്സിലാവില്ല. ഇവിടെ നിന്നുകൊണ്ട്, ഭൂമിയിൽ നിന്നുകൊണ്ട് ആ പൂർണ്ണതയെ, ഭഗവാനെ, ലിവിങ് മാസ്റ്റർ നമുക്ക് മനസ്സിലായിട്ട് അദ്ദേഹത്തിലേക്ക് സമർപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. കാരണം ഇതിനി വരില്ല. ആധ്യാത്മിക ലോകത്തിലിങ്ങനെ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭൂമിയിൽ നിന്നുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യണം. हमारी जो यात्रा है ये इधर ही कंप्लीट करना है. हमको हमारे मास्टर के हाथ को छोड़ना नहीं चाहिए. अब ഇവിടെ ശാന്തത, हमारे आकाश, സെക്കൻഡ് പോയിൻ്റ് का क्वालिटी शांति, കാംനെസ്. അത് നമുക്ക് ചിലപ്പോൾ നല്ലതോ ചിലപ്പോൾ വിനയോ. നമുക്ക് ഇത്ര ശാന്തി മിൽ ജാത്താ है कि मुझे आगे नहीं जाना है. അപ്പോൾ ശാന്തതയുള്ളവർ ഒപ്പം തന്നെ നമുക്ക് റെസ്റ്റ്ലെസ്നെസ് വേണം. നമ്മുടെ ഉള്ളിൽ ആ ക്രേവിങ് വേണം, മാസ്റ്റർ പോലെ ആയിത്തീരാനുള്ള ക്രേവിങ് വേണം. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യണം. ഹ്യൂമിലിറ്റി, കാംനെസ്, അതുപോലെ തന്നെ ധൈര്യം വേണം. മാസ്റ്റർ എൻ്റെ കൂടെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയാണ്. ഈ കറേജ് भी आना है, यही वाटर पॉइंट का क्वालिटी है. ये सब कंबाइन होके हमारी यात्रा करनी चाहिए. അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവിക്കുക? വീണ്ടും 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 ധ്യാനിക്കുക. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, നാസ്തി ബുദ്ധിരയുക്തസ്യ നചായുക്തസ്യ ഭാവന നചാഭാവയത ശാന്തി അശാന്തസ്യ കുത സുഖം. जिसको सच्चा बुद्धि नहीं है, सच्चा ज्ञान नहीं है, उसको शांति नहीं होता. और अशांत को कैसे सुख होता है? അശാന്തനായിട്ടുള്ളവർക്ക് എങ്ങനെ സുഖം ഉണ്ടാവും? എങ്ങനെയാണ് ശരിയായിട്ടുള്ള ബുദ്ധി വരിക? അയുക്തനായിട്ടുള്ള ആൾക്ക് ശുദ്ധി ഉണ്ടാകും. അയുക്തം എന്ന് പറഞ്ഞാൽ യോഗാവസ്ഥയിലല്ലാത്ത ഒരാൾക്ക് ഒരിക്കലും ബുദ്ധി ശരിക്കുള്ള ബോധം ഉണ്ടാകും. നമുക്ക് ശരിക്കുള്ള ബോധം വന്നപ്പോഴാണ് മാസ്റ്ററായിട്ട് യോഗത്തിൽ. जब हम मास्टर से कनेक्टेड है, मास्टर से जुड़े हुए हैं, तुम्हारा बुद्धि क्लियर है. अതാണ് യുക്തം എന്ന് പറയുന്നത്. जो जॉइंट है, സെപ്പറേറ്റ് होता है तो हो गया. മാഗ്നറ്റ് അയേൺ പോലെ, അയേൺ മാഗ്നറ്റിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ആ മാഗ്നറ്റിക് ക്വാളിറ്റി വരും. കുറേ കാലം വിട്ടുന്ന അയേൺ മാഗ്നറ്റിക് ക്വാളിറ്റി പോകും. അപ്പോൾ നമ്മൾ മാസ്റ്ററുടെ ഒപ്പം തന്നെ കണക്ട് ചെയ്ത് നിൽക്കുമ്പോൾ നാം ബോധം തെളിയുന്നു. അങ്ങനെ എപ്പോഴാണ് മാസ്റ്റർ ഒപ്പം നിൽക്കുക? യോഗയുക്തനാവുന്ന എപ്പോഴാണ്? ധ്യാനിക്കുമ്പോൾ, മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ. अब मेडिटेशन കൂടുതൽ ചെയ്യണം, ശുദ്ധീകരണം കൂടുതൽ. हमारा जो ध्यान है ज़्यादा करना पड़ता है, सिटिंग ज़्यादा लेना पड़ता है, मास्टर को ज़्यादा हमको पहचानना चाहिए, मास्टर का लिटरेचर ज़्यादा पढ़ना चाहिए. നമ്മൾ കൂടുതൽ മാസ്റ്റർ സ്മരിക്കേണ്ട ഘട്ടങ്ങളാണ് ഈ യാത്രയിൽ നമ്മൾ മുന്നോട്ട് ചെല്ലുമ്പോൾ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെഷൻ നമുക്ക് വാട്ടറും ആകാശം, ഈതറും തമ്മിലുള്ള ആ ഒരു ഹാർമണി അതിൽ ധ്യാനിക്കാം. ആദ്യം ശുദ്ധീകരണം ചെയ്യാം. പഹലെ ഹം സഫായി കർത്തേ ഹെ. കണ്ണുകളടച്ച് ശാന്തമായിരിക്കൂ. നമ്മൾ മെഡിറ്റേഷൻ തുടങ്ങുന്നത് ഫസ്റ്റ് പോയിൻ്റിലാണ്. ഹം ധ്യാൻ ശുരു കരെങ്കി ഫസ്റ്റ് പോയിൻ്റ് സെ. ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡ് ഓഫ് ചെസ്റ്റ്, ലോവർ പാർട്ട്, ഇടത്തെ ചെസ്റ്റിൻ്റെ ലോവർ പാർട്ടിലാണ് എർത്ത് പോയിൻ്റ്. ഹൃദയത്തിൽ ഉള്ള സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. हृदय में मौजूद स्नेह के स्रोत से बहती हुई आती हुई दिव्य प्रकाश मन को आकर्षित करते हुए महसूस कीजिए. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. उस दिव्य प्रकाश में ध्यान शुरू कीजिए. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക.
दिव्य प्रकाशത്തിൽ ध्याനം തുടരുക. अगर चिंताएं आती है तो धीमे से इग्नोर कीजिए और दिव्य प्रकाश में ध्यान चालू रखिए. प्लीज स्टार्ट मेडिटेशन. ഓക്കെ, ഇനി ശ്രദ്ധ फोर्थ पॉइंट കൊണ്ടുവരും. പിന്നെ अटेंशन फोर्थ पॉइंट की तरफ, वाटर पॉइंट की तरफ. राइट साइड ऑफ चेस्ट, अपर पार्ट. चेस्ट के दाएं भाग में अपर पार्ट में वाटर पॉइंट. वाटर पॉइंटिൽ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ 9th पॉइंट ശ്രദ്ധിക്കണം. जब हम वाटर पॉइंट में मेडिटेट करते हैं 9th पॉइंट की तरफ हमारा अटेंशन करना चाहिए. അപ്പോൾ ആദ്യം ശുദ്ധീകരണമാണ്. 9th പോയിൻ്റ് ശുദ്ധീകരണമാണ്. 9th പോയിൻ്റ് നടുവിൽ വാട്ടർ പോയിൻ്റാണ്. അവിടെ ശുദ്ധീകരണം നടക്കുന്നതായി അനുഭവിക്കും. 9th पॉइंट के सेंटर में वाटर एलिमेंट है, उधर सफाई हो रही है. ഇനി 5th പോയിൻറ്റിലേക്ക് പോകും. 5th പോയിൻ്റ് വായു ചക്ര है. അവിടെ 9 o'clock പൊസിഷനിലാണ് വാട്ടർ എലിമെൻറ്റ്. उधर 9 o'clock പൊസിഷൻ में वाटर एलिमेंट है, उधर सफाई हो रही है. അവിടെ ശുദ്ധീകരണം നടക്കുന്നതായി അനുഭവിക്കും. ഇനി ഫസ്റ്റ് പോയിന്റിലേക്ക് വരൂ. ഫസ്റ്റ് പോയിന്റ് अर्थ पॉइंट ആണ്. फर्स्ट पॉइंट अर्थ पॉइंट में है, उधर 6 o'clock പൊസിഷൻ में वाटर एलिमेंट है. അവിടെ 6 o'clock പൊസിഷനിലാണ് വാട്ടർ എലിമെൻറ്റ്. ഉദർ സഫായി ഹോ രഹി ഹെ. അവിടെ ശുദ്ധീകരണം നടക്കുന്നതായി അനുഭവിക്കും. ഇനി സെക്കൻഡ് പോയിന്റിലേക്ക് വരൂ. സെക്കൻഡ് പോയിൻ്റ് ആകാശ്, ആത്മ പോയിൻ്റാണ്. അവിടെ 3 o'clock പൊസിഷനിലാണ് വാട്ടർ എലിമെൻറ്റ്. ഉധർ 3 o'clock പൊസിഷൻ में വാട്ടർ എലിമെൻറ്റ്, ഉധർ സഫായി ഹോ രഹി ഹെ. അവിടെ ശുദ്ധീകരണം നടക്കുന്നതായി അനുഭവിക്കും. इनी थर्ड पॉइंट लेफ़्ट साइड ऑफ चेस्ट अपर पार्ट, लेफ़्ट साइड ऑफ छाती के लेफ़्ट साइड में अपर पार्ट में है. അത് ഫയർ ചക്രാണ്. അവിടെ 12 o'clock പൊസിഷനാണ് वाटर एलिमेंट. उधर 12 o'clock പൊസിഷൻ में वाटर एलिमेंट है, उधर सफाई हो रही है. ഇനി തിരിച്ച് 4th पॉइंट നടുവിലേക്ക് വരും. अब ഈ 4th पॉइंट के सेंटर में वापस आ जाइए. ശുദ്ധീകരണം കംപ്ലീറ്റ് ആയി, സഫായി കംപ്ലീറ്റ് हुआ है. അപ്പോൾ നമ്മൾ ഇന്ന് 9th പോയിൻറ്റിൻ്റെ സെൻറ്ററായിട്ടുള്ള വാട്ടർ എലിമെൻറ്റും 9th പോയിൻറ്റിലുള്ള ആകാശ് എലിമെൻറ്റ് അത് തമ്മിലുള്ള ഹാർമണി, അതാണ് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ वाटर एलिमेंटिൻ്റെ करेज, जो वाटर एलिमेंट का क्वालिटी है करेज, धैर्य,
और आत्मा ആകാശ എലിമെൻറ്റ് കാ ശാന്തി, ആകാശത്തിൻ്റെ ശാന്തിയും ഇത് തമ്മിൽ हार्मोनाइज ചെയ്യാണ്. ये क्वालिटीज़ हार्मोनाइज हो रहा है. और जो 9th पॉइंट में समर्पण, शरणागत भाव है, विनय का भाव है, इन सब से मेल जोल हो रहा है. ഇതെല്ലാം തമ്മിൽ കോർഡിനേറ്റ് ചെയ്യണം. 9th പോയിൻറ്റിൻ്റെ പ്രധാന സ്വഭാവങ്ങളായിട്ട് ശരണാഗതിയെയും ഹ്യൂമിലിറ്റിയെയും അത് കൂടുതൽ ആഴത്തിലേക്ക് കൊണ്ടെത്താൻ ഈ ക്വാളിറ്റീസ് എല്ലാം സഹായിക്കുന്നു. ये जो 9th पॉइंट का क्वालिटीज़ है उसको ज़्यादा से ज़्यादा गहराई में लाते हुए हार्मोनाइज हो रहे हैं. ഈ ഒരു സങ്കല്പത്തെ ധ്യാനം ആരംഭിക്കും. यही संकल्प में ध्यान शुरू कीजिए. प्लीज़ स्टार्ट मेडिटेशन. ഓക്കെ, മാസ്റ്ററുടെ അനുഗ്രഹത്തിലൂടെ ലഭിച്ചിട്ടുള്ള ക്വാളിറ്റീസ് മാസ്റ്ററുടെ സേവനത്തിനായി ഉപയോഗിക്കും. मास्टर की कृपा से जो क्वालिटीज़ हुआ मिला है मास्टर की सेवा में उपयुक्त होगा और हमारे यात्रा मास्टर की तरफ, मास्टर जैसे बनने की यात्रा में हम आगे बढ़ेंगे. നമ്മൾ ഈ യാത്രയിൽ മാസ്റ്റർ പോലെ ആവേണ്ട ആ യാത്ര അതിൽ നമ്മൾ മുന്നോട്ട് പോകും. അവിടെ എത്താതെ നമ്മൾ ഒരിക്കലും വിശ്രമിക്കുകയില്ല. वो लक्ष्य पहुँचने तक मैं विश्राम नहीं लूँगा. ഈ ഒരു സങ്കല്പത്തിൽ പതുക്കെ കണ്ണുകൾ തുറക്കും. धीमे से आँख खोलिए. ओके.